അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫുൾ മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്കിനി ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും തന്നിട്ടുണ്ട്. പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കറണ്ടിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 330 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ കറണ്ടും വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? കറണ്ട് ഇൻ പ്രൈമറി ബൈ കറണ്ട് ഇൻ സെക്കൻഡറി ഈക്വൽ ടു വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി which is equal to number of turns in secondary by number of turns in primary coil. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഇൻറ്റു കറണ്ട് ഇൻ പ്രൈമറി ബൈ കറണ്ട് ഇൻ സെക്കൻഡറി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 330 ഇൻറ്റു 4/24. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3, 55 നമ്പർ ഓഫ് ടേൺസ്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് വൺ, എപ്സിലോൺ 0യും മ്യൂ 0യും ഒക്കെ എന്താണ്? എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്, മ്യൂ 0 പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ്. അങ്ങനെയാണെങ്കിൽ മീഡിയത്തിലോ എപ്സിലോണും മ്യൂ ആണ് അല്ലേ? എന്നിട്ട് എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ? n equal to c by v, where c is speed of light. Speed of light നെ നമുക്ക് in terms of epsilon 0 mu 0 എഴുതാം. 1/√mu 0 epsilon 0. മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് എത്രയാകും? 1/√mu epsilon. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും √mu epsilon by mu 0 epsilon 0. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ ഇൻ mu 0 epsilon 0 mu epsilon values. ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ. ഇവർ തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്. കൂടാതെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും വേവിൻ്റെ പ്രൊപ്പഗേഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏത് ഡയറക്ഷനാണെന്ന് നോക്കാം. നോക്കിയേ, ഐ ക്യാപ് ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഐ ക്യാപ് ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേഷനോ ഐ ക്യാപ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. വേവ് പ്രൊപ്പഗേഷൻ അലോങ് വൈ ഡയറക്ഷൻ ആണ്. ഇവിടെ സെൻറ്ററിൽ നമുക്ക് പോസിറ്റീവ് സൈൻ ആണ്. അതുകൊണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ നെഗറ്റീവ് വൈ ആക്സിസ്. നെഗറ്റീവ് വൈ ആക്സിസിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് -j ക്യാപ്പ് എന്ന് കിട്ടണം അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഐ ഡയറക്ഷൻ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് നമുക്ക് കണ്ടുപിടിക്കണം. അത് ചെയ്യുമ്പം j ക്യാപ്പ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് k ക്യാപ്പ് ഡയറക്ഷൻ. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 3 ആയിരിക്കും അല്ലേ? കാരണം ഓപ്ഷൻ 4 -k ആണ്. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഇനി ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? E0/B0 ഈക്വൽ ടു c. ഇതിൽ നിന്നും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × 10⁻⁸. നെക്സ്റ്റ് വൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് c/v. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറയുന്നത്? ഹയർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെസ്സർ ബി ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. n കൂടുതലാവണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കണം? കുറവായിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. Speed of light in a medium is directly proportional to refractive index. Speed of light in a medium is directly proportional to refractive index of the medium. ശരിയാണോ? അല്ല. Speed of light directly proportional to refractive index ആണോ? അല്ല. Inversely proportional to refractive index ആണ്. A ശരിയാണ്, B തെറ്റാണ്. നെക്സ്റ്റ്
റേ ഒപ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ആൻ ഇക്വിലാറ്ററൽ പ്രിസം. പ്രിസത്തിന്റെ അകത്തൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് സഫർ മിനിമം ഡീവിയേഷൻ. ഒരു മിനിമം ഡീവിയേഷൻ സഫർ ചെയ്യുന്നുണ്ട്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ ഇക്വേഷൻ? mu ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് മിനിമം ഡീവിയേഷൻ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിനിമം ഡീവിയേഷൻ എത്രയാണെന്ന് അറിയാവോ? ഇല്ല. പക്ഷേ അത് കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് ഈസ് ആംഗിൾ ഓഫ് ദി പ്രിസം പ്ലസ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ആംഗിൾ ഓഫ് ദി പ്രിസവും എത്രയാണ്? 60 ഡിഗ്രി വീതമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഡീവിയേഷനും എത്ര തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? സൈൻ 60 പ്ലസ് 60 ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 60 ബൈ 2. സൈൻ 60 ബൈ സൈൻ 30. സൈൻ 60 എത്രയാണ്? √3 ബൈ 2 ആണ്. സൈൻ 30 1 ബൈ 2. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് √3. ആൻസർ ഓപ്ഷൻ 1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഫോർ എ ന്യൂക്ലിയസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മാസ് നമ്പർ? മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതാണെന്ന്? ഏതാ? ഡെൻസിറ്റി. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി ആണ് മാസ് നമ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. വോളിയം 4/3 πr³ വരും. ഡെൻസിറ്റി റേഡിയസ് r ഈക്വൽ ടു r0 a⁻⁴ വരും. മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻറ്റു മാസ് ഓഫ് 1 ന്യൂക്ലിയോൺ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിന്നുമാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് the number of free electrons is equal to number of holes. ശരിയല്ലേ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും സെയിം ആണ്. ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വിൽ ബിഹേവ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ അറ്റ് 0 Kelvin. 0 Kelvinൽ അത് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വർക്ക് കിട്ടും. രണ്ടുപേരും നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ FD cos θ. ദെൻ cos θ ഈസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ θ ഈസ് cos ഇൻവേഴ്സ് ഓഫ് F dot D. F dot D ചെയ്യുമ്പോഴത്തേക്കും 3 - 4 + 16 divided by root of 3 square plus 2 square plus 4 square root of 1 square plus 2 square plus 4 square. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ 2. cos inverse of 15 by root 609. Next one, question number 12. An elevator which can carry a maximum load. Load എത്രയാണെന്ന് തന്നിട്ടുണ്ട്. Is moving up with a constant speed. അതൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. The frictional force opposing the motion is 6000 Newton. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിമം പവർ. ഫോഴ്സും സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ പവർ എന്താണ്? F.V. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ വെയിറ്റ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണവും ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് കാരണമുള്ള ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷൻ കാരണമുള്ള ഫോഴ്സ് ഇൻറ്റു വി. ഓക്കെ, വെയിറ്റ് കാരണം 1600 ഇൻറ്റു ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. അപ്പം 16000 പ്ലസ് ഫ്രിക്ഷൻ കാരണം 6000 ഇൻറ്റു വി 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 66000. അത്രയും വാട്ട് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് മാത്രമല്ല ഹോട്ട്സ് പവറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഹോട്ട്സ് പവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഹോട്ട്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഹോട്ട്സ് പവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 88.47 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഈസ് 88.5. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷനിൽ നിന്നുമാണ്. മിനിമം വർക്ക് ഡൺ ടു മൂവ് എ സാറ്റലൈറ്റ് ഓഫ് മാസ് m റിവോൾവിംഗ് അറൗണ്ട് ദ പ്ലാനറ്റ് ഓഫ് മാസ് m ഫ്രം ഓൾട്ടിറ്റ്യൂഡ് 3r ടു ഇൻഫിനിറ്റി. 3rൽ നിന്നും ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മിനിമം വർക്ക് ഡൺ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ എനർജിയുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും.
മാക്സിമം ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി നമ്മളെങ്ങനെ എഴുതുന്നത്? ടോട്ടൽ എനർജി ഈസ് മൈനസ് GM_m/2R ആണ് അല്ലേ? 2R ആണ്. ഓക്കെ, ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിലോ അറ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ R ഇൻഫിനിറ്റി വരും, ദെൻ ടോട്ടൽ എനർജി ഈസ് 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്ത് വരും? 0 മൈനസ് GM_m/2 ഇൻറ്റു R എത്രയാ? 3R ആണ് ഓൾട്ടിറ്റ്യൂഡ് പ്ലസ് റേഡിയസ് ഇൻറ്റു 4R. Then our answer is GM_m/8R. Okay, option 2. Next question. A steel wire 4 meter long, 2 into 10⁻⁻7 meter square in cross section. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ പല ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. അതിൽ ഡെൽറ്റ എൽ എന്താ? യങ്സ് മോഡുലസ് FL/A ഡെൽറ്റ എൽ ആണ്. ദെൻ ഡെൽറ്റ എൽ ഈസ് FL/A ഇൻറ്റു Y, വിച്ച് ഈസ് ഹാഫ് ഇൻറ്റു ഫോഴ്സ് തന്നിട്ടില്ലേ 30 ഇൻറ്റു ഡെൽറ്റ എൽ 30 ഇൻറ്റു ലെങ്ത് 4 മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു Y 2 ഇൻറ്റു 10⁻11. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 45 മില്ലി ജൂൾ. നെക്സ്റ്റ് വൺ. A fully loaded Airbus A330 has a mass of 1,20,000 kilogram. ടോട്ടൽ വിങ് ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ എന്താണ്? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എത്ര വരും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1,2,000 അല്ല 40 ഡിവൈഡഡ് ബൈ ഏരിയ 400 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3,000. ദിസ് ഈസ് ദി പ്രഷർ ഡിഫറൻസ്. ഓപ്ഷൻ 1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 16th വൺ. വീണ്ടും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്റ്റ് ടു എ ഹോട്ടർ ഒബ്ജക്റ്റ്. ഡയറക്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നിരിക്കുകയാണ് അല്ലേ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എ പ്രോസസ് ക്യാൻ ബി റിവേഴ്സിബിൾ ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്വസൈ സ്റ്റാറ്റിക് ആൻഡ് ദെയർ ആർ നോ ഡിസിപ്പേറ്റീവ് എഫക്റ്റ്. ഡിസിപ്പേറ്റീവ് എഫക്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഡിസിപ്പേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇതിലേതാണ് സിമ്പിൾ ഹാർമോണിക് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ സിമ്പിൾ ഹാർമോണിക് അല്ലാത്തത്? ഹൈഡ്രജൻ മോളിക്യൂൾ റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. അതെന്തല്ല? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. നെക്സ്റ്റ് വൺ. 2 സൗണ്ട് സോഴ്സസ് ആർ പ്രൊഡ്യൂസിങ് സൗണ്ട് വേവ്സ് ഓഫ് ഫ്രീക്വൻസി. രണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റ് ആണ്. എത്ര ബീറ്റ് ഉണ്ടാവും എന്ന് ആദ്യം നോക്കാം. ബീറ്റ് ഫ്രീക്വൻസി എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 418 മൈനസ് 415 വിച്ച് ഈസ് 3 ആണ് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ബീറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റോ? പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 3 × 60 വിച്ച് ഈസ് 180. ഇതാണ് പെർ മിനിറ്റിൽ ഉണ്ടാവുന്ന ബീറ്റ് ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ പടത്തെ തന്നെ വരച്ച് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പ്ലസ് പോസിറ്റീവ് ചാർജ് ഉള്ള ചാർജിനെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചു. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോസിറ്റീവ് ചാർജ് ആണ്. ദിസ് ഈസ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ക്യൂ ചാർജുമായിട്ടുണ്ടാവുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. പ്ലസ് ക്യൂ ചാർജുമായിട്ടുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, വിച്ച് ഈസ് എഫ് എന്നെടുക്കുവാണ്. പ്ലസ് 2Q ചാർജ് കാരണമോ ഇപ്പുറത്തോട്ടായിരിക്കും, വിച്ച് ഈസ് പ്ലസ് 2F. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് 2Q ചാർജുമായിട്ടോ? മൈനസ് 2Q ചാർജുമായിട്ടുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇങ്ങോട്ടേക്കായിരിക്കും, വിച്ച് ഈസ് 2F. മൈനസ് Q കാരണമോ? അത് ഇങ്ങോട്ടേക്കായിരിക്കും, വിച്ച് ഈസ് F. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എടുത്താലോ? നമുക്ക് റിസൾട്ടൻ്റ് നെറ്റ് എഫക്റ്റ് നോക്കിയാലോ? നെറ്റ് എഫക്റ്റ് നോക്കുമ്പോൾ എന്ത് കിട്ടും? ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഈ ഡയറക്ഷനിൽ നമുക്കൊരു പ്ലസ് F കിട്ടും. ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഈ ഡയറക്ഷനിൽ നമുക്കൊരു പ്ലസ് F കിട്ടും.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എഫും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എഫും. ഇവർ തമ്മിലുള്ള റിസൾട്ടൻറ്റ് √(f² + f²) √(f² + f²) വിച്ച് ഈസ് √2f. അതെങ്ങോട്ടേക്കാണ്? ഈ ഡയറക്ഷനിൽ. ഓക്കെ, അതായത് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു സൈഡ് എ ബി. അത് സൈഡ് എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫീൽഡ് ദ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് അല്ല, ഡിക്രീസസ് ആണ്. അപ്പം ബി മാത്രമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 21 വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി ബട്ട് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ആണ്. ദെൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 22 മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് മാച്ച് ചെയ്യാം. മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് VD/E ആണ്. മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് VD/E. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളാരാണ്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് σE ആണ്. അപ്പോൾ നമുക്ക് 1 മാച്ച് ചെയ്യാം. അങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി -EE/m × τ. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. ഈസ്റ്റേൺ ബ്രിഡ്ജ് ആണ്. ഈസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. നോക്കിക്കേ, ബാലൻസ്ഡ് ആണോ നോക്കിക്കേ. ബാലൻസ്ഡ് ആണല്ലേ. 3/6 = 6/12. രണ്ടും 1/2 ആണ്. ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് 20 ഓം റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്? 0. ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഇല്ല. ഓക്കെ, 24th ക്വസ്റ്റ്യൻ. ഇഫ് ചാർജ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിനകത്തോടെ എൻ്റർ ചെയ്യുവാണ്. എങ്ങനെ എൻ്റർ ചെയ്യുന്നത്? വെലോസിറ്റി ഉണ്ട്. നോൺ സീറോ കമ്പോണൻ്റ് അലോങ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആസ് വെൽ ആസ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രജക്ടറി എന്ത് വരും? ട്രജക്ടറി ഒരു ഹെലിക്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഹെലിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ കണ്ടീഷനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അവർ ഗ്രാഫിൽ ചോദിച്ചിരിക്കുന്നത്? എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ക്യാരീസ് എ സ്റ്റഡി കറണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രാഫ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി വയർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഇക്വേഷൻസ് എന്താ പറയുന്നത്? ഇൻസൈഡ് ദ വയർ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ μ0 IR/2πr². ഔട്ട്സൈഡ് ദ വയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? μ0 I/2πr. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബി ഇൻസൈഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ബി ഔട്ട്സൈഡ് എന്ന് പറയുന്നതോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയുള്ള ഏത് ഗ്രാഫാണ്? ഓപ്ഷൻ ബി. ലീനിയർ ഗ്രാഫാണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലിൻ്റെ ഗ്രാഫ്. നെക്സ്റ്റ് 26th വൺ നോക്കി. ഒരു ഇൻഡക്ടറിൻ്റെ കേസാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൻഡക്ടറിന് അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? V = LdI/dt. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ΔI/Δt എന്ന് എഴുതാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L 4mH 4 × 10⁻³ ΔI എന്ന് പറയുമ്പം 0.5 - 2 ആംപിയർ ഡിവൈഡഡ് ബൈ 0.5. ഓക്കെ, എന്ത് കിട്ടും? ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ 1. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് വിത്ത് സ്പീഡ് v towards a coil which is at rest. If the speed of magnet is halved, then correct statement is.
ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് -N × dφ/dt, വേർ ഫൈ എന്ന് പറയുന്നത് BA cos θ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dφ/dt എന്ന് പറയുന്നത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്പീഡ് പകുതിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFും പകുതിയാവും. ദെൻ ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് എ ബ്രൈറ്റ് ഫ്രിഞ്ച് ടു ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് 3/4 ഓഫ് ദ ഫ്രിഞ്ച് വിത്ത് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സ്ക്രീൻ ഈസ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഏത് ആൻസർ വരും? I = I0 cos square phi ചെയ്തിട്ടുള്ളതാണ്, വിച്ച് ഈസ് 2:1. വീണ്ടും ഇലക്ട്രോണിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക്സിൽ ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ അകത്ത് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ളത് ഏത് കണ്ടീഷനാണ്? ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എങ്ങോട്ട് കണക്ട് ചെയ്യണം? ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും. നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവിലേക്കും, പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്കും കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ്. നോക്കിക്കേ, ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ, ഇതാണ് ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു നെഗറ്റീവ് ആണ്. ഇതല്ല, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കണക്റ്റഡ് ടു പോസിറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്തിരിക്കുകയാണ്, പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ, സ്പെക്ട്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 to 1 ആണ് ട്രാൻസിഷൻ എന്നുണ്ടെങ്കിൽ അൾട്രാ വയലറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് കിട്ടുന്നത് ഏത് ട്രാൻസിഷൻ ആണ്? 4 to 3. 31 ക്വസ്റ്റ്യൻ ലോജിക് ഗേറ്റ് ആണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് A ബാർ B ബാർ കിട്ടും. ഇത് വരുമ്പോഴത്തേക്കും A ബാർ പ്ലസ് B ബാർ ഹോൾ ബാർ വിച്ച് ഈസ് A ഡോട്ട് B. ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ്. അതെന്ത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ്. 32 വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എന്താണ് ഡിസ്റ്റൻസ്? ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഏരിയ അണ്ടർ ദ കർവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഈസ് 95 മീറ്റർ. ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ റീജിയൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, 33 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് മൂവിങ് ഇൻ സർക്കുലാർ ഓർബിറ്റ്. ഗ്രാവിറ്റേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ എനർജി E0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ, ടോട്ടൽ എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി E0 ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി ഈസ് 2 times E0. ഓക്കെ, ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ, ഇക്വലൻ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വലൻ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ്? സീരീസിലാണ്. അവർ രണ്ടുപേരും സീരീസിലായതുകൊണ്ട്, ഇവർ രണ്ടുപേരും സീരീസിലായതുകൊണ്ട് സീരീസിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും പാരലാണ്. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C+C ചെയ്യുമ്പോഴത്തേക്കും, ആദ്യത്തെ ഇവർ രണ്ടുപേരും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C/2 കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് താഴെയുള്ള സിയുമായിട്ട് അതെങ്ങനെയാണ്? താഴെയുള്ള സിയുമായിട്ട് അത് പാരലാണ്. താഴെയുള്ള സിയുമായിട്ട് അത് പാരലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ പാരലാന്ന് പറയുമ്പോൾ ആഡ് ചെയ്താൽ മതി, 3C/2 കിട്ടും. 3C/2ഉം സിയും തമ്മിൽ എങ്ങനെയാണ്? സീരീസിലാണ്. അവർ തമ്മിൽ എഫക്റ്റീവ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 3C/5 എന്ന് കിട്ടും. 3C/5. ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 3C/5. നെക്സ്റ്റ് വൺ, പോളറൈസേഷൻ ഓഫ് 4 ഡൈഇലക്ട്രിക് ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ്? ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വീണ്ടും നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇക്വലൻ റെസിസ്റ്റൻസ് എടുക്കുമ്പം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ റെസിസ്റ്ററും സീരീസ് ആണ്. അതുപോലെ മുകളിലുള്ള ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എല്ലാം എങ്ങനെയാണ്? സീരീസിലാണ്. താഴെയുള്ള ആൾക്കാരും എന്താണ്? സീരീസിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ഷൻ ഉണ്ടോ? ഇവർ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എഴുതാം, 2R + R 2R വരും. ഈ സർക്യൂട്ട് വരുമ്പം 2R, മേളിൽ വരുമ്പം 2R, താഴെ വരുമ്പോഴും 2R 2R 2R. ഇവരെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പം 6R. 6Rഉം താഴത്തെ 6Rഉം തമ്മിൽ പാരലാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വിച്ച് ഈസ് 3R. പകുതി പാരലാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയല്ലോ, വിച്ച് ഈസ് 3R. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
Two identical coaxial circular loop carry a current I, each circulating in the same direction. As the loops are moved away from each other, then current in each case will increase. രണ്ട് കേസിലെയും current എന്ത് ചെയ്യും? increase ചെയ്യും. 38th one. Identify the pair whose dimension are equal. സ്ട്രെസ്സും എനർജിയും അല്ല, ഫോഴ്സും പ്രഷറും അല്ല, വർക്ക് ആൻഡ് പ്രഷർ അല്ല, പിന്നെ ആരാണ്? ടോർക്ക് ആൻഡ് എനർജി. ടോർക്കും എനർജിയും തമ്മിലുള്ള ഡയമെൻഷൻ ഈക്വൽ ആണ്, ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 10ൻ്റെ പവർ എന്ത് ചെയ്യത്തില്ല? നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. അടുത്തതിൽ ആദ്യത്തെ സീറോസ് ഒന്നും കൗണ്ട് ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് 2, 6, 4 ആണ്, വിച്ച് ഈസ് 3. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ലാസ്റ്റ് നമ്പറിലോ എല്ലാ നമ്പേഴ്സും കൗണ്ട് ചെയ്യും. 1, 2, 3, 4, 5, 6. 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഏതാണ് ഓപ്ഷൻ? 3, 3, 6. ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ദ ഏരിയൽ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഓഫ് മാസ് m, ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം ഇസ്. ആംഗുലാർ മൊമെൻറ്റം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയൽ വെലോസിറ്റിയും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. A ഈസ് ഈക്വൽ ടു L/2. L/2. Then angular momentum is 2 times m into a. Option 2. Direct question ആയിരുന്നു. Okay. Dipole having dipole moment P placed in uniform electric field as shown in the figure. ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡൈപോൾ ഈസ് ഇൻ. ഡൈപോളിൻ്റെ സ്റ്റേറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഡൈപോളിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇക്വലിബ്രിയം. ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയാണ്. അതിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ, അവർ തമ്മിലുള്ള ആംഗിളൊക്കെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ ഫേസ് ആണ്. കൂടാതെ അവർ തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവിൻ്റെ പ്രൊപ്പഗേഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? തേർഡ് വൺ. ഇൻ ഫേസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഈസ് ഫോൾസ് ഫോർ എ ബാർ മാഗ്നറ്റ്? ബാർ മാഗ്നറ്റിൻ്റെ കേസിലെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ശരിയാണോ? അല്ല. ബാർ മാഗ്നറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫസ്റ്റ് വൺ ആണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ 44th വൺ. A rectangular loop carrying current I is placed in a uniform magnetic field B. The area enclosed by the loop is A. If there are n number of turns in the loop, then torque. Torque എന്ന് പറയുന്നത് എന്താണ്? Tau is equal to m cross B. Tau is equal to m cross product with B. m cross B ആണ് torque. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m എന്ത് വരും? NIA. A എന്ന് പറയുന്നത് വെക്റ്റർ ആണ്, ക്രോസ് പ്രോഡക്റ്റ് വിത്ത് B. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 1. Okay, then physicsile last question. Two long wires carrying current of 6 ampere and 10 ampere respectively are separated by distance of 5 cm. The force per unit length. Force per unit length എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? F by L, which is equal to mu0 into I1 I2 by 2 pi r. mu0 into I1 I2 by 2 pi r. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 pi into 10 raised to minus 7 into I1 എത്രയാണ്? 6 into I2 എത്രയാണ്? 10 divided by 2 pi into R 5 into 10 raised to minus 2. ഏത് വരും ആൻസർ? ആൻസർ ഓപ്ഷൻ 3. 2.4 into 10 raised to minus 4. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഇനി കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Question number 46. Elements of highest melting point among the following. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ഒരു ടേബിളിൽ പോലും ഇതേ ഒരു കർവ് പോലും കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റും ഇക്കൂട്ടത്തിലുള്ളത് ടങ്സ്റ്റൺ ആയിരുന്നു.
ക്വസ്റ്റ്യൻ നമ്പർ 46ന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 47, മേജർ പ്രോഡക്റ്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ആൽക്കൈൽ അൺസിമെട്രിക്കൽ ആൽക്കൈനിലേക്ക് HBr ആഡ് ചെയ്തു, പെറോക്സൈഡിന്റെ പ്രസൻസിൽ. ഇപ്പം ഇവിടെ മാർക്കോണിക്കോഫ് റൂൾ അല്ല നടക്കേണ്ടത്, ഇവിടെ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് നടക്കേണ്ടത്. ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടക്കും. ആന്റി മാർക്കോണിക്കോഫ് അഡീഷന് റീഅറേഞ്ച്മെന്റുകളൊന്നുമില്ല. വിത്തൗട്ട് റീഅറേഞ്ചിങ് എന്ത് ചെയ്താൽ മതി, കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് ബ്രോമിനും കുറവുള്ളിടത്തേക്ക് ഹൈഡ്രജനും ആഡ് ചെയ്യുക. കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് ബ്രോമിനും കുറവുള്ളിടത്തേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടും. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47ന്റെ ആൻസർ ഓപ്ഷൻ 1, ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 48, which among the following gives fastest SN2 reaction? അപ്പോൾ SN1 റിയാക്ഷൻ ആണെങ്കിൽ കാർബോക്യാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നോക്കി ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി എന്ന് പറഞ്ഞു. SN1 റിയാക്ഷൻ സാധാരണ മീഥൈൽ ഹാലൈഡുകൾ, പിന്നീട് വരുന്നത് SN2 റിയാക്ഷൻ ആണെങ്കിൽ മീഥൈൽ ഹാലൈഡ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്, രണ്ടാമത്തത് സെക്കൻഡറി ആണ്, മൂന്നാമത്തത് എന്ത് ടൈപ്പാ, C6H5 CH C6H5 Br, അതും ഒരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നാലാമത്തത് ഒരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ ഇവരിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? SN2 റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറിയാ ഏറ്റവും കൂടുതൽ. മീഥൈൽ ഹാലൈഡ് കഴിഞ്ഞാൽ പ്രൈമറി, CH3Br കഴിഞ്ഞാൽ ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നല്ലേ SN2 മെക്കാനിസത്തിന്റെ ഓർഡർ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓപ്ഷൻ 1 എന്ന് പറയുന്ന ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയാൽ അതിനാണ് റിയാക്ടിവിറ്റിയുടെ റേറ്റ് കൂടുതൽ വരേണ്ടത്. അടുത്തത്, സോഡിയം സോൾട്ട് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം പ്രൊഡ്യൂസ്. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് നടക്കേണ്ടത്. സോഡിയം സോൾട്ട് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് CH3 CH2 COONA. സോഡിയം സോൾട്ട് ഓഫ് പ്രൊപ്പനോയിക് ആസിഡിലേക്ക് സോഡ ലൈം ആഡ് ചെയ്തു, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കാൽഷ്യം ഓക്സൈഡിന്റെയും മിക്സർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടുന്ന് ഒരു സോഡിയം കാർബണേറ്റ് എലിമിനേറ്റ് ചെയ്ത് പോയി, Na2CO3 എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി വരുന്ന റിമൈനിങ് പ്രോഡക്റ്റ് വിൽ ബി CH3 ഈഥേൻ ആണ്. ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനും കൂടിയാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2, ഈഥേൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എത്ര കാർബൺ ഉണ്ടോ അതിനെക്കാട്ടിലും ഒരു കാർബൺ കുറവുള്ള ആൽക്കൈൻ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 50, ദി നെയിം ഓഫ് ദി കോംപ്ലക്സ് ആനിയോൺ FeCN6 4-. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഒരു ചോദ്യമാണ്. FeCN6 അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X-6 = -4, X will be +2 ആണ്. So the answer is ഹെക്സാസയനോ അല്ലെങ്കിൽ സയനിഡോ ഫെറേറ്റ് 2 ions എന്ന് വേണം കൊടുക്കാൻ. ഹെക്സാസയനോ അല്ലെങ്കിൽ സയനിഡോ ഫെറേറ്റ് 2 ion. ആൻസർ ഓപ്ഷൻ 3 ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, മേജർ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദി ഗിവൺ റിയാക്ഷൻ ഈസ്. ഫോർമാൽഡിഹൈഡും തന്നിട്ടുണ്ട്, അസറ്റോഫിനോണും തന്നിട്ടുണ്ട്. OH- ആഡ് ചെയ്തു, ഹീറ്റ് ചെയ്തു. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു കാർബണൈൽ കോമ്പൗണ്ടും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ഒരു കാർബണൈൽ കോമ്പൗണ്ടും തമ്മിലുള്ള ക്രോസ് ആൽഡോൾ കണ്ടൻസേഷന്റെ ചോദ്യമാണിത്. ദിസ് ഇസ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. സെൽഫ് അല്ല, രണ്ട് വ്യത്യസ്തമായതുകൊണ്ട് ദിസ് ഇസ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇനി ഹീറ്റിംഗൂടെ പറഞ്ഞിരിക്കുന്നതിനാൽ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കളയുക. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് ആണ് കിട്ടേണ്ടത്. അപ്പൊ ആദ്യത്തിൽ നിന്ന് ഓക്സിജനും, ആദ്യത്തെ സ്പീഷീസിൽ നിന്ന് ഓക്സിജനും, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത സ്പീഷീസിൽ നിന്ന് ഓക്സിജനും, രണ്ടാമത്തതിൽ നിന്ന് ആൽഫ ഹൈഡ്രജനിലെ 2 ഹൈഡ്രജനും കൂടെ വാട്ടറായിട്ട് കളഞ്ഞാൽ മതി. റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. C6H5 CHOയും CH3CO C6H5 കൂടെ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുകയാണ്. ഓക്സിജനും ഇവിടുന്ന് 2 ഹൈഡ്രജനും കൂടെ വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയുക. ബാക്കി വരുന്നത് C6H5 CH ഡബിൾ ബോണ്ട് CH CO C6H5. കാർബണൈൽ കോമ്പൗണ്ടിന്റെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരിക. ഇറ്റ് വിൽ ബി എ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓപ്ഷൻ വിൽ ബി 2 ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹീറ്റിംഗ് തന്നിരിക്കുന്നതിനാൽ മസ്റ്റ് ആയിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തിരിക്കണം. അടുത്തത്, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് മെത്തേഡ് cannot be used for the preparation of. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് അരൈൽ അമീൻസിന്റെ പ്രിപ്പറേഷൻ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാം, അവിടെ അരൈൽ അമീനാണ് അനിലീൻ കൊടുത്തിരിക്കുന്നത്. അലിഫാറ്റിക് അമീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം. അരോമാറ്റിക് അമീൻസിന്റെ പ്രിപ്പറേഷന് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഉപയോഗിക്കാറില്ല. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എസെൻഷ്യൽ അമിനോ ആസിഡ് എമംഗ് ദി ഫോളോയിങ്? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്. ഈ 4 പേരിലും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ലൈസിൻ മാത്രമാണ്. ഗ്ലൈസിൻ, അലാനിൻ, സീറിൻ ഇവർ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ക്വാണ്ടം നമ്പേഴ്സും ഇൻഫർമേഷനുകളും കൊടുത്തിട്ടുണ്ട്, അതിനെ മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പ്രിൻസിപ്പ് എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എസ് എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ ഓഫ് ഇലക്ട്രോണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എൽ എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഷേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതിന്റെ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അറ്റോമിക് സ്ട്രക്ചറിന്റെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ആണ്. അസേർഷൻ ഇതാണ്: ആംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടർ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. തെറ്റാണ്. ആംഫോട്ടറിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് ആണ്. സോ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വാട്ടർ ആക്ട് ആസ് എൻ ആസിഡ് വിത്ത് അമോണിയ. ശരിയാണ്. ബേസുമായിട്ട് വരുമ്പോൾ വാട്ടർ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യും, ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. HCl ആയിട്ട് വരുമ്പോഴേക്കും പ്രോട്ടോണിനെ അത് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, അവിടെ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദാറ്റ്സ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് റോങ്, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഓർ അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. When gases combines or are produced in a chemical reaction, they do so in a simple ratio by volume, providing that all gases are at same temperature and pressure. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യൻ വോളിയം, അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. The volume of hydrogen and oxygen combine to form water molecule. വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ട് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എങ്ങനെയായിരിക്കണം? H2 plus O2 gives അല്ലല്ലോ, 2H2 plus O2 gives H2O എന്നല്ലേ വരേണ്ടത്? ശരിയല്ലേ? അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലായിരിക്കും? 2:1 റേഷ്യോയിലാണ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നെക്സ്റ്റ്, ദി ഇൻകറക്റ്റ് മാച്ച് ഫോർ ദി ജനറൽ കോൺഫിഗറേഷൻ ഈസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൺഫിഗറേഷനിലെ ഇൻകറക്റ്റ് മാച്ച് ഏതാണ്? ഓപ്ഷൻ 2 ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എല്ലാവരുടെയും n-1 D1 to 10 NS1 to 2 എന്നല്ല. അതിലെ പലേഡിയത്തിന് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. പലേഡിയം ആകുമ്പോഴേക്കും അത് 4D10ഉം 5s2 ആണ് വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ അവിടെ 5s0യുമാണ് വരേണ്ടത്. അവിടെ 0 to 2 വരുന്നുണ്ട്. 0 to 2 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്യാത്തതിനാൽ ഇതിലെ ഏറ്റവും തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 തന്നെയാണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാവർക്കും അല്ല, പലേഡിയം ഡി ബ്ലോക്കിൽ പെടുന്നതാണ്. പക്ഷെ എല്ലാ ഡി ബ്ലോക്ക് എലമെന്റും അല്ല. അപ്പൊ പറയേണ്ടിയിരുന്നു എക്സെപ്റ്റ് പലേഡിയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ശരിയാകുമായിരുന്നു. ഇനി 58ാമത്തെ ചോദ്യം, കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് എനർജി ഓഫ് ഓർബിറ്റൽസ് ഫോർ ഹൈഡ്രോജൻ ആറ്റം. ഹൈഡ്രോജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം 1sനെക്കാട്ടിലും കൂടുതലാണ് 2sനും 2pക്കും. എന്നാൽ 2sന്റെയും 2pയുടെ എനർജി തുല്യമാണ്. 3sനും 3pക്കും 3dക്കും എനർജി തുല്യമാണ്. പക്ഷെ 2sനെക്കാട്ടിലും കുറവായിരിക്കും. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n അനുസരിച്ചായിരിക്കും അവരുടെ എനർജി പോകേണ്ടത്. അത് ഹൈഡ്രോജന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ 2 ആണ്. 5sനെക്കാട്ടിലും കുറവാണ് 4s, 4p, 4d. പക്ഷെ 4sനും 4pക്കും 4dക്കും തുല്യ എനർജി ആയിരിക്കും. 59, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ആബ്സെന്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കാത്തത് ഏതെന്നാണ്. ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻസർ 3 ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അതായത് ബെൻസാൽഡിഹൈഡ്, CHO ആണ്. CHO ബെൻസാൽഡിഹൈഡ്. അതിൻ്റെ നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ബെൻസാൽഡിഹൈഡ്, ആൽഡിഹൈഡിനെ സംബന്ധിച്ചിടത്തോളം CO ബോണ്ട് പോളറൈസ് ചെയ്യും. CO ബോണ്ട് പോളറൈസ് ചെയ്യുന്നതിനാൽ കാർബണിനും ഓക്സിജനുമാണ് അവിടെ ചാർജ് സെപ്പറേഷൻ നടക്കുന്നത്. ആൽഡിഹൈഡ്, എല്ലാ ആൽഡിഹൈഡിലെയും കീറ്റോണിലെയും CO ബോണ്ട് പോളറൈസ് ചെയ്യും. ഓക്സിജൻ നെഗറ്റീവും കാർബണിന് ഹൈഡ്രജനും വരും. കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. ഇനി ഇതിന് തൊട്ടടുത്ത് നൈട്രോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഡൈപോൾ ഇന്ററാക്ഷൻ നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജും തൊട്ടടുത്ത് വരുന്നിരിക്കുന്ന ആറ്റത്തിന്റെ നെഗറ്റീവ് പോളുമായി ഓക്സിജനോ നൈട്രജനോ ഫ്ലൂറിനോ വന്നു കഴിയുമ്പോൾ അവർ തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഹൈഡ്രജന് ചാർജ് സെപ്പറേഷൻ ഇല്ല, കാരണം ഓൾറെഡി ആൽഡിഹൈഡിലെ സിക്കും ഓയ്ക്കും ഇടയിലാണ് ചാർജ് സെപ്പറേഷൻ നടന്നുപോയി. അപ്പോൾ ഹൈഡ്രജന് ചാർജ് ഒന്നും ഇല്ലാത്തതിനാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധ്യമല്ല. ഒന്നാമത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫീനോൾ എടുത്തു. അപ്പോൾ ഓയും എച്ചും ആണ്. അപ്പോൾ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവും ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് നൈട്രോ ഗ്രൂപ്പിനെ വെക്കുന്നതെങ്കിൽ അവിടെ നൈട്രോ ഗ്രൂപ്പിലെയും ഓക്സിജന്
പാർഷ്യൽ നെഗറ്റീവും നൈട്രജന് പാർഷ്യൽ പോസിറ്റീവും. അപ്പോൾ അവർക്കിടയിൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഒട്ടും നടക്കാൻ ചാൻസ് ഇല്ലാത്തത് ആർക്കായിരിക്കും? ഓപ്ഷൻ 3ക്ക്. ഓപ്ഷൻ 3യിലെ ഹൈഡ്രജന് ചാർജ് സെപ്പറേഷൻ ഇല്ല, ആയതിനാൽ അവർക്ക് തൊട്ടടുത്ത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടത്താൻ സാധ്യമല്ല. നെക്സ്റ്റ്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇത് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്പെക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഓർഡർ തന്നെയാണ് വരേണ്ടത്. 61, ലൂക്കാസ് ടെസ്റ്റ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ പ്രൈമറി ആൽക്കഹോൾ ഈസ് മോർ റിയാക്റ്റീവ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർബിഡിറ്റി തരും എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ടെറിഷറി ആൽക്കഹോൾ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർബിഡിറ്റി തരേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റും ആണ് വരേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഗിവൺ സബ്സ്റ്റൻസ് ഈസ് 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 വരുന്നത് ബ്രോമിൻ ആണ്. കാരണം ബ്രോമിൻ ലിക്വിഡ് സ്റ്റേറ്റിലാണല്ലോ നോർമൽ ടെമ്പറേച്ചറിൽ കാണപ്പെടുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇരിക്കുന്നതിനാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഏറ്റവും സ്റ്റേബിൾ ആയ സ്പീഷീസുകൾക്ക് മോളാർ എൻതാൽപ്പി എന്ന് പറയുന്നത് 0 ആണ് വരേണ്ടത്. ഓപ്ഷൻ 3 ആണ്. കാരണം ഡയമണ്ട് അല്ല ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഗ്രാഫൈറ്റിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ 0 വരും, ഡയമണ്ടിന്റെ 0 അല്ല. ബാക്കി രണ്ടുപേരും ബെൻസീനും വാട്ടറും കോമ്പൗണ്ടുകളാണ്, ഫ്രീ സ്റ്റേറ്റിലല്ല, എലമെന്റൽ സ്റ്റേറ്റിലല്ല കാണപ്പെടുന്നത്. 63, സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ ഡെൽറ്റ ജി 0 ഈക്വൽസ് ടു -2.303 RT log K എന്നാണ് വരേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ റിഡോക്സ് റിയാക്ഷൻ ഏത്? ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടും നടക്കേണ്ട റിയാക്ഷനുകളാണ്, എളുപ്പമുള്ള റിയാക്ഷനാണ്. സോഡിയം 0 സ്റ്റേറ്റിൽ നിന്ന് +1 പോയി, ക്ലോറിൻ ആണെന്നുണ്ടെങ്കിലോ -1 നിന്ന് ഹൈഡ്രജൻ ആണെങ്കിൽ +1 നിന്ന് 0 പോയി. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. ക്ലോറിൻ ഇവിടെ മാറ്റമൊന്നുമില്ല. മാച്ച് ദി കോളം 1 വിത്ത് കോളം 2. ഷേപ്പാണ് SF4ന്റെ ഷേപ്പാണ് സീസോ ഷേപ്പ്. SF4നെ സീസോയുമായിട്ട് മാച്ച് ചെയ്തു. ClF3 T ഷേപ്പ് ആണ്. BrF5 സ്ക്വയർ പിരമിഡ് ആണ്, ശരിയല്ലേ? XeF4 സ്ക്വയർ പ്ലേനാർ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ചാപ്റ്ററിലെ ചോദ്യമായിരുന്നു. സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് ക്രോമിയം 3+ കാൽക്കുലേറ്റ് ചെയ്യുക. സ്പിന്നൊള്ളി ആണ്. അപ്പൊ ക്രോമിയം 3+ എന്ന് പറയുമ്പോൾ ക്രോമിയം 3d5 4s1 ആണ്. 3+ ആകുമ്പോൾ അത് 3d3 വരും. അതായത് ഡി ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. 1 2 3. അതായത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 3 ആണ്. സോ ദ മാഗ്നറ്റിക് മൊമെന്റ് mu ഈക്വൽസ് ടു 3 × 3+2. സോ ഇറ്റ് വിൽ ബി √15 ബോർ മാഗ്നറ്റോൺ എന്ന് കിട്ടും. √15 ബോർ മാഗ്നറ്റോൺ. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് അതിന്റെ ആൻസർ. 67, വിച്ച് among the following alkane does not obtained when ethyl chloride and propyl chloride are used for Woods reaction? Woods reaction നടക്കണം. ethyl chlorideൽ 2 കാർബൺ ആറ്റം ഉണ്ട്, പ്രൊപ്പൈൽ ക്ലോറൈഡിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. അതായത് 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 2ന്റെ ഇരട്ടി 4 കാർബൺ ആറ്റമുള്ള ബ്യൂട്ടൈൻ കിട്ടും, 3ന്റെ ഇരട്ടി 6 കാർബൺ ആറ്റമുള്ള ഹെക്സൈൻ കിട്ടും, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തു 5 കാർബൺ ആറ്റമുള്ള പെന്റേനും കിട്ടും. അപ്പൊ ബ്യൂട്ടൈൻ കിട്ടും, പെന്റേനും കിട്ടും, ഹെക്സൈനും കിട്ടും. അപ്പൊ ഇതിൽ കിട്ടാത്തത് ഏതായിരിക്കും? ഹെപ്റ്റേൻ ആണ് ഇതിൽ കിട്ടാത്തത്. മോസ്റ്റ് സ്റ്റേബിൾ കാർബോക്യാറ്റോൺ എമംഗ് ദി ഫോളോയിങ്. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോക്യാറ്റോൺ ഇതാണ്. ബെൻസിൻ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസൈൽ കാർബോക്യാറ്റോണിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് ഒരു ആൽക്കൈൽ മാത്രമല്ല, 2 ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബെൻസൈൽ കാർബോക്യാറ്റോണിന് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. 69, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ അതേ സ്റ്റേറ്റ്മെന്റുകളാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് കാർബോക്സിലിക് ആസിഡിന്റെ അതേ വാചകങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അസർഷൻ: സിമ്പിൾ കാർബോക്സിലിക് ആസിഡ് up to 4 കാർബൺ ആറ്റം മിസിബിൾ ഇൻ വാട്ടർ ബിക്കോസ് ദേ ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്. കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ സോലിബിലിറ്റി കുറയും. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയും, കാരണം ആൽക്കൈൽ പാർട്ടിന് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ നടക്കുന്നതിനാൽ അവർക്ക് സോലിബിലിറ്റി കുറയും. 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. അസേഷന്റെ കറസ്പോണ്ടിങ് ആയ റീസൺ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. NCERT-ൽ എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 70. ഫോർ ദി റിയാക്ഷൻ 3A + 2B gives 5C + 4D. ഇതിൽ റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത എക്സ്പ്രഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേറ്റ് ഈക്വൽസ് ടു നമുക്ക് എങ്ങനെ എഴുതാം? -1/3 dA/dt ഓർ ഈക്വൽസ് ടു -1/2 dB/dt. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നെഗറ്റീവ് ആണ്, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. പ്രോഡക്റ്റ് ആണെങ്കിലോ +1/5 dC/dt ഈക്വൽസ് ടു +1/4 dD/dt. സോ ഇതിൽ പെടാത്തത് ഏത് മാത്രമേ ഉള്ളൂ? അവിടെ മൈനസ് അല്ല വരേണ്ടത്, അവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ മാത്രമേ അത് ശരിയായി വരത്തുള്ളൂ. 71, താഴെ കൊടുത്തിരിക്കുന്നതിൽ ബേസിക് ബഫർ ഏത്?
അമോണിയം ഹൈഡ്രോക്സൈഡിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും കോമ്പിനേഷൻ പറയാം, അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം നൈട്രേറ്റും പറയാം, അമോണിയം സൾഫേറ്റും പറയാം. സ്ട്രോങ് വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് ആണ് ബേസിക് ബഫർ. 72 രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റൻ ആണ്. When a solution is separated from a pure solvent by a semi-permeable membrane, solvent molecule pass through semi-permeable membrane from pure solvent side to solution side. അതല്ലേ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആണ്. നെറ്റ് ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെറ്റ് ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം സോൾവെന്റ് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലാണ് പോകേണ്ടത്. ലോ ടു ഹൈ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ 3 ആണ് വരേണ്ടത്. കൺസിഡർ ദി ഫോളോയിങ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അസിഡിക് ക്യാരക്ടർ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ കൂടും, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ കുറയുന്നതാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നൈട്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് നൈട്രോ ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ പിന്നെ ഒരു ഇഫക്റ്റും ഇല്ലാത്ത ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഓർഡർ എങ്ങനെയായിരിക്കും? ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന് കൂടുതൽ, വിഡ്രോയിങ് ഗ്രൂപ്പിന് ഏറ്റവും കുറവ്. 1, 2, 3 അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. 74 കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇവിടുത്തെ നിക്കലിന്റെ ചാർജ് 2+ ആണ്, ശരിയല്ലേ? കോർഡിനേഷൻ ഓൾ ടുഗെദർ അയോണിക് സ്പിയറിന്റെ ചാർജ് -2 ആണ്, കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് അപ്പോൾ +2 ആണ്. വാട്ടർ ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് വീക്ക് ലിഗാൻഡും ആയതിനാൽ അത് +2 തന്നെയാണ്. അപ്പം നിക്കൽ 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 എന്ന് വരും. 3d8. ഇപ്പം ഡിയിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ അത് T2gയും EGയും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. വീക്ക് ലിഗാൻഡ് ആയതിനാൽ ലോവർ ഓർബിറ്റലും അപ്പർ ഓർബിറ്റലും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയറിംഗ് നടത്താവുള്ളൂ. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി T2g6 EG2 എന്നാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2g6 EG2. നെക്സ്റ്റ്, which of the following is a secondary alkyl halide? Option 2 will be the correct answer. Secondary alkyl halide option 2 ആണ്. അടുത്തത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ K2Cr2O7. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 2x ശരിയല്ലേ? +2 + 2x -14 will be equals to 0. 2x equals to +12, x will be +6 എന്ന് വരും. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. നൈട്രോ ബെൻസീനിലേക്ക് SnHCl ആഡ് ചെയ്യുമ്പോഴേക്കും അനിലീൻ ആയിട്ട് മാറി. അനിലീനെ നൈട്രേഷൻ നടത്തി, ഡൈസോട്ടൈസേഷൻ നടത്തി. ഡൈസോണിയം ക്ലോറൈഡ് കിട്ടും. ഡൈസോണിയം ക്ലോറൈഡിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് HbF4 ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലൂറോ ബെൻസീൻ ആയിട്ടാണ് വരേണ്ടത്. അമീൻസിന്റെ ചാപ്റ്ററിനകത്ത് ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. മാക്സിമം മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ നടത്താൻ സാധ്യമായിട്ടുള്ള, അത് P ബ്ലോക്കിന്റെ ചോദ്യമാണ്. നൈട്രജൻ ആണ് ആൻസർ. മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ മാക്സിമം നടത്താൻ പറ്റുന്നത് നൈട്രജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്യാനിസാരോ റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ലാത്തത്. ക്യാനിസാരോ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് ഉള്ള സ്പീഷീസ് ആണിത്, ശരിയല്ലേ? ഇവിടെ രണ്ടിടത്തും, ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. 2 പോർഷനിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവർക്ക് ഒരിക്കലും ക്യാനിസാരോ റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ല. ആൽഫ ഹൈഡ്രജൻ ഉള്ളതിനാൽ ക്യാനിസാരോ റിയാക്ഷൻ നടക്കാൻ ഒട്ടും സാധ്യതയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 80. ഇലക്ട്രോൺ ഡെൻസിറ്റി ആക്സിസിൽ തന്നെയുള്ള ഡി ഓർബിറ്റൽ ഏതൊക്കെയാണ്? dz² dx² y² ആണ്. ബാക്കിയുള്ളവരുടെ എല്ലാം ഇൻ ബിറ്റ്വീൻ ആക്സിസിലാണ് ലോബ്സുകൾ ഉള്ളത്. 81. ഫോർ ദി റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ വിച്ച് ഓഫ് ഗിവൺ റിലേഷൻ ഇസ് കറക്റ്റ്? അപ്പൊ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഫ്രീ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുകയും ΔS എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആകുകയും ചെയ്താൽ ഏത് കണ്ടീഷനിലും ΔG എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഫ്രീ എനർജി അല്ല, എൻതാൽപ്പി നെഗറ്റീവും എൻട്രോപ്പി പോസിറ്റീവും ആയിരിക്കുക. PCl5ന്റെ ജോമെട്രിയും ഹൈബ്രിഡൈസേഷനും. PCl5 എന്ന് പറയുന്നത് ഡയഗണൽ ബൈപിരമിഡ് ആണ് അതിന്റെ ജോമെട്രി. ഷേപ്പ് എന്ന് പറയുന്നത് sp3d ആണ്. ട്രൈഗണൽ ബൈപിരമിഡ് ആണ് ഷേപ്പ്. അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. Which among the following molecule has highest dipole moment? Dipole moment വാട്ടറിന്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോണ്ട് പെയർ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. BF3ക്കും 0 ആണ്. NF3യും NH3 എടുത്തിട്ടുണ്ടെങ്കിൽ NH3ക്കാണ് കൂടുതലെന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. NF3യിലെ ബോണ്ട് ഡൈപോളും ഓർബിറ്റൽ ഡൈപോളും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഡയറക്ഷനിലാണ്, ശരിയല്ലേ? നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. NF3യും NH3 എടുത്തു കഴിഞ്ഞാൽ NH3ക്കാണ് കൂടുതൽ. 84 ഒരു അസേർഷൻ റീസൺ ആണ്. ഇതും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത അതേ വാചകങ്ങളാണ്. Ethers are not obtained from secondary and tertiary alkyl halides by Williamson synthesis. It's a correct statement.
ഇൻ സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് എലിമിനേഷൻ റിയാക്ഷൻ പ്രീഡോമിനേറ്റ് ചെയ്യും സബ്സ്റ്റിറ്റ്യൂഷനെക്കാട്ടിലും. അപ്പോൾ നിങ്ങൾക്ക് എലിമിനേഷൻ പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല കിട്ടേണ്ടത്. അവിടെ ഒരിക്കലും ഈതർ അല്ല വരേണ്ടത്, ആൽക്കീൻസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത്. ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത്. അപ്പം അസേഷനും റീസണും ശരിയാണ്, എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 85 ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോകാർബൺ ഓഫ് കമ്പയറബിൾ മോളിക്കുലർ മാസ്. ശരിയാണ്, ഇതും ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ സ്റ്റേറ്റ്മെന്റുകളാണ്. ആൽഡിഹൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിനെക്കാട്ടിലും കുറവാണ്, കാരണം ആൽക്കഹോളിൽ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ആൽഡിഹൈഡിൽ കീറ്റോണിലും ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിന്റെ ആബ്സെൻസ് ഉണ്ട് അവിടെ. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഓപ്ഷൻ 3 കൊടുക്കാം. 86 ഹൈഡ്രോകാർബണിന്റെ ചാപ്റ്ററിനുള്ള ചോദ്യമാണ്, ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കൂട്ടത്തിലുള്ളതാണ്. ബെൻസീൻ ട്രീറ്റഡ് വിത്ത് എക്സസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഡാർക്ക് കണ്ടീഷനിലാണ് എങ്കിൽ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് അല്ല ഉണ്ടാകുന്നത്, ഹെക്സാ ക്ലോറോ ബെൻസീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ 1 ആണ്. ബെൻസീൻ BHC കിട്ടണമെന്നുണ്ടെങ്കിൽ 3Cl2 സൺലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്ലോറിൻ എല്ലാം അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ഇത് അഡീഷൻ റിയാക്ഷൻ അല്ല, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കേണ്ടത്. 87 സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ്. KH വാല്യൂ എന്ന് പറയുന്നത് സോലിബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. KH വാല്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സോലിബിലിറ്റി. അപ്പോൾ KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. അപ്പോൾ ഈ 4 പേരുടെയും KH വാല്യൂ നോക്കുക, കൂടുതൽ KH ഉള്ളവർക്ക് സോലിബിലിറ്റി കുറവാണ്, കുറവ് KH ഉള്ളവർക്ക് സോലിബിലിറ്റി കൂടുതലാണ്. ആൻസർ ഓപ്ഷൻ 1. 88 ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ എന്നുള്ളതാണ്. ജൽദാൽസ് മെത്തേഡ് ഇസ് അപ്ലിക്കബിൾ ടു. ജൽദാൽസ് മെത്തേഡ് ഡൈസോണിയം സോൾട്ടുകൾക്കും ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകൾക്കും നൈട്രോ കോമ്പൗണ്ടുകൾക്കും നമ്മൾ ഉപയോഗിക്കാറില്ല. ടെക്സ്റ്റിലെ വാചകങ്ങളാണ്. അസോ കോമ്പൗണ്ടുകൾ, നൈട്രോ കോമ്പൗണ്ട്, ഹെട്രോസൈക്ലിക്കുകൾക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്ക് മാത്രമായിരിക്കും? ഇവിടെ എടുത്തുള്ള ഈ അമൈഡിനായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. 89 ഇലക്ട്രോ കെമിസ്ട്രിയുടെ ചോദ്യമാണ്. മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അസറ്റേറ്റ്, സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NaCl-ഉം HCl-ഉം ഉണ്ട്. അസറ്റിക് ആസിഡിന്റെ കണ്ടുപിടിക്കണം, CH3COOH കണ്ടുപിടിക്കണം, λ0m which is equal to λ0m of CH3CONa plus λ0m of HCl minus λ0m of NaCl. ഇനി നേരെ അതിന്റെ വാല്യൂ പെറുക്കി ഇട്ടാൽ മതി. സോഡിയം അസറ്റേറ്റിന്റെ വാല്യൂ x പ്ലസ് HClന്റെ വാല്യൂ z, NaClന്റെ വാല്യൂ ആണ് y എന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് y പ്ലസ് z എന്ന് എഴുതാം. ശരിയല്ലേ? സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which colligative property is widely used for the determination of molecular mass of polymers? Polymers, the proteins, macromolecules in the molecular mass determine ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ ആണ്, പഠിച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ളവരിലെല്ലാം മൊളാലിറ്റി ആണ് കോൺസെൻട്രേഷൻ ടൈം ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിൽ മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളായിരുന്നു കെമിസ്ട്രിയുടെ ഭാഗം ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഹൈ മക്കളെ, എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 91, ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഇൻ C3 സൈക്കിൾ എന്ന് പറയുന്നത് C3 സൈക്കിളിൽ 3 കാർബൺ ആണ്. 3 കാർബൺ കോമ്പൗണ്ട് പേരാണ് 3-phosphoglyceric acid, right? 3-PGA or 3-phosphoglycerate. For this question, നമുക്കറിയാം second is the correct answer for this question. 91-2 is the correct answer. Okay, what about 92? Decarboxylation occurs during which of the following conversion steps? Decarboxylation നടക്കുന്ന എപ്പോഴാണ്? നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് നമ്പർ കുറയുന്നത് നോക്കിയാൽ മതി. പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ട്, അസറ്റൈൽ കോ എന്ന 2 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അസറ്റൈൽ കോ ഈസ് ദ ഓൺലി 2 കാർബൺ കോമ്പൗണ്ട് ഫോം ഡ്യൂറിങ് എറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ പറയുമ്പോൾ അവിടെ ഡീകാർബോക്സിലേഷൻ നടന്നിട്ടുണ്ട്. ഫോർ ദിസ് ക്വസ്റ്റ്യൻ 1 ഈസ് ദ ആൻസർ. മാലിക് ആസിഡ്, ഓക്സലാസിറ്റിക് ആസിഡ് നമ്പർ 2 4 തന്നെയാണ്. സക്സിനിക് ആസിഡ്, ഫ്യൂമിരിക് ആസിഡ് 2 4 ആണ്. ഓക്സലാസിറ്റിക് ആസിഡ് 4ഉം സിട്രിക് ആസിഡ് 6ഉം ആണ്. അവിടെ കണ്ടൻസേഷൻ നടന്നത്. Okay, for this question 1 is the correct answer. And what about number 93? Which of the following enzyme are used for clearing bottle fruit juice? നമുക്കറിയാം ബോട്ടിൽ ഫ്രൂട്ട് ജ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടീസ് ആൻഡ് പെക്റ്റിനേസ് ആണ്. പ്രോട്ടീസ് ആൻഡ് പെക്റ്റിനേസ്. ബാക്കി ലിപ്പേസ് ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ ആണ്. അപ്പോൾ ഹിയർ ആൻസർ എയും സിയുമാണ്. എയും സിയും. ഫോർ ദിസ് ക്വസ്റ്റ്യൻ 93 4 is the answer, right? And what about question number 94? Which of the following are in situ conservation strategies of biodiversity? In situ എന്ന് പറയുമ്പോൾ ex situ ഏതൊക്കെയാണ്? ex situ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, സുവോളജിക്കൽ പാർക്ക് ഉണ്ട്. ബാക്കി നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് BCE എന്ന് പറയുന്നത് in situ ആണ്. For this question 3 is the answer, right? 94 3. And what about 95? Which one is not a key functional aspect of an ecosystem, right? അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ് ആണെങ്കിൽ അല്ലാത്തതാണ് സ്ട്രാറ്റിഫിക്കേഷൻ, റൈറ്റ്?
അപ്പോൾ സ്ട്രക്ചറുമായിട്ട് കണക്ട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 95, 3 ഈസ് ദ ആൻസർ. ആൻഡ് വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 96? സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫേസസ് ഇൻവോൾവ് ഇൻ സെൽ സൈക്കിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം G1, S, G2 ചേർന്ന ഇന്റർഫേസ്, പിന്നെ M ഫേസ് മൈറ്റോസിസ്. G1 as mitotic phase or mitosis meiosis, and that is in division, right? അപ്പോൾ G1 is the longest phase, G2 ആണ് interphase shortest, and cell cycle തന്നെ shortest M ആണ്. 5% of the cell cycle മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം question number 96ൽ G1 as G2 M, 2 is the correct answer for this question. 2 is the correct answer. Question number 96, 2 is the correct answer. Okay, and what about question number 97? A special type of leucoplast which store carbohydrate. Carbohydrate store ചെയ്യുന്നതിന് എന്ത് വിളിക്കും? amyloplast അല്ലേ? amyloplast carbohydrate store ചെയ്യും. 3 is the answer for this question, right? And eleoplast oil fat ആണ്, alluroprotein ആണ്, chromoplast കളർ ഉള്ളതാണ്. Question number 97, 3 is the answer. And what about 98? നമുക്കറിയാം ഡയഗ്രാം, ഈ ഡയഗ്രാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ സൈക്കിളിലുള്ള എല്ലാ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിഷൻ ടു മെറ്റാഫേസ്, അനാഫേസ്, ഇവിടെ പ്രോഫേസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യാണ്, ഏർലി പ്രോഫേസ്. ഓക്കെ, ഫോർ ദിസ് ക്വസ്റ്റ്യൻ 98, 4 is the answer. And 99, structure in some bacteria that help to attach the bacteria to the host tissue. നമുക്കറിയാം അത് ഫിംബ്രി ആണ് അല്ലേ? ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചർ ഫിംബ്രി ആണ്. 2 is the answer. ആൻഡ് മീസോസോം എന്ന് പറഞ്ഞാൽ ഇൻഫോൾഡിംഗ് ഓഫ് മെംബ്രെയിൻ ആണ്, ലാമെല്ലെ, വെസിക്കുലർ ട്യൂബ്യൂൾസ് ആയിട്ട്. ആൻഡ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആണ്, ദാറ്റ് ഈസ് ഫോർ ദ ലൊക്കോമോഷൻ. സിലിയ നമുക്കറിയാം. അപ്പോൾ സിലിയ ഇവർക്കില്ല, സിലിയ ഉള്ളത് പിലിയ ഉണ്ട് ബാക്ടീരിയയ്ക്ക്, സിലിയ ഉള്ളത് യൂക്കാരിയോട്സിനാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ നമ്പർ 99, 2 is the answer. And what about 100? Read the statement and select the correct option. Statement A, euglenoid have pigment identical to those in higher plants, therefore the features similar to plants. അടുത്ത യൂഗ്ലിനോയിഡ് ബിഹേവ് ആസ് ഹെറ്ററോട്രോഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. ഈസ് ദാറ്റ് ഫീച്ചർ സിമിലർ ടു ആനിമൽസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കറക്റ്റാണ്, എയും ബിയും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 3 is the answer for this question 100. And what about 101? Flowers cannot be divided into 2 equal halves ആണ്. cannot divide ചെയ്യുന്നതാണ് ക്യാന. വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നതാണ് സൈഗോമോർഫിക്. റേഡിയൽ പ്ലെയിനിൽ കൂടെ എല്ലാ വശത്തൂടെയും ഡിവൈഡ് ചെയ്യുന്നതാണ് ആക്ടിനോമോർഫിക്. അപ്പോൾ ഇവിടെ ക്യാനയാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 101, 1 is the correct answer, right? And what about 102? Match the column. Amoeboid protozoan, of course, Entamoeba, ciliary protozoan, Paramecium, Sporozoan, Plasmodium vivax, and Plasmodium, Flagellated protozoan, Trypanosoma. A എന്ന് പറയുന്നത് 3, B 4, C 1, D 2. 3 is the correct answer for this question number 102. 3 is the correct answer. Makkale, what about next question? Select the incorrect match from the following. World Phyllotaxy Alstonia, of course. Pulvinous swollen leaf base in leguminous plant, sheri. Petiole expanded part of leaf fallida, that is laminea. That is not correct for this question. 3 is the answer for this question. And stipule, small leaf-like structure at the leaf base ആണോ? Small leaf-like structure at the leaf base stipule ആണ്. And bracten എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ബേസിൽ നിന്ന് വരുന്നതാണ്. Okay, 103, 3 is the answer. And what about 104? Artificial system of classification നമുക്കറിയാം, that is ലിനിയേഴ്സിൻ്റെ ആണ്. സെക്ഷൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അറിയപ്പെടും. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാലർ ഹൂക്കർ തന്നത് നാച്ചുറൽ സിസ്റ്റമാണ്, ആർട്ടിഫിഷ്യൽ അല്ല. ക്ലാസിഫൈസ് ഓർഗാൻസ് ഓൺ ദ ബേസ് ഓഫ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഒക്കെ വരുമ്പോൾ നാച്ചുറൽ ആണ്. അൾട്രാസ്ട്രക്ചർ, അനാറ്റമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി, എവല്യൂഷൻ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഫൈലോജിനെയാണ്, ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. യൂസേജ് ഓഫ് 1 or few morphological characters of grouping organism, യെസ് ശരിയാണ്. That is a point. Question number 104, 4 is the answer for this question. And what about question number 105? Fucoxanthin is not a major pigment in which of the following algae? Fucoxanthin ഉള്ളത് നമുക്കറിയാം ബ്രൗൺ ആൽഗയിലാണ്. ബ്രൗൺ ആൽഗെ ക്ലോറോഫിൽ എയും സിയും, കെറോട്ടിനോട്, ഫ്യൂക്കോസാന്തിന് സാന്തോഫിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗൺ ആൽഗയിലാണ് വരേണ്ടത്. നോട്ട് എ മേജർ പിഗ്മെന്റ് എന്ന് ചോദിക്കും. ബ്രൗൺ ആൽഗെ ആരാണ്? സർഗാസം, എക്ടോകാർപ്പസ്, ലാമിനേറിയ, ഡിക്ടോട്ട, ഫ്യൂക്കസ്. അത് വരാത്ത ഇവിടെ ഓപ്ഷൻ ഉള്ളത് കാരയാണ്. ഹിയർ ഓപ്ഷൻ 1 is the answer for this question. 105, 1 is the answer. And what about 106? Match the column and select the correct option. Sieve tube element possess peripheral cytoplasm but lack a nucleus. Yes. Companion cell help in maintaining pressure gradient. Phloem fiber have pointed needle-like epicers. Phloem parenchyma store resin mucilage, latex. A എന്ന് പറഞ്ഞ 3, B 2, C 4, D 1. Answer 3 is the correct answer for this question number 106. 3 is the answer. And what about 107? Select incorrect match. Complex 1 NADH dehydrogenase, yes. Complex 2 succinate dehydrogenase, yes. Complex 3 cytochrome BC1 complex, yes. Complex 4 cytochrome C oxidase helps in addition of oxygen, not this. And here answer
4 is the answer. And ATP synthase or F0F1 particle ആണ് complex 5 helps in ATP synthesis. 4 is the answer. And what about question number 108? Hormone which are essential to initiate rooting in stem cutting. നമുക്കറിയാം ഓക്സിൻ ആണ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്. ആരാടാ? ഓക്സിൻ. ഈ പ്ലാന്റ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാണ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 108, 1 is the answer. And what about question number 109? In C4 plants, Calvin cycle occurs in C3 cycle or Calvin cycle. എല്ലാ പ്ലാന്റ്സിലും ഉണ്ട്. എല്ലാ പ്ലാന്റ്സിലുള്ള എൻസൈമുമാണ് റുബിസ്കോ. ഇവിടെ ഇരിക്കുന്ന ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ബണ്ടിൽ ഷീത്ത് സെല്ലിലാണ് C4 പ്ലാന്റ്സിലെങ്കിൽ C3 പ്ലാന്റ്സിൽ അത് മീസോഫിലിൽ തന്നെയാണ്. 109, 4 is the answer. 109, 4 is the answer. And what about next question? 110. A phytohormone used for thinning of cotton, cherry, walnut, fruit ripening എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എഥിലീൻ. അപ്പോഴാണ് അത് ഉണ്ടാകുന്ന പോലും. അപ്പോൾ റെസ്പിറേഷൻ റേറ്റ് കൂടും. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് നമുക്കറിയാം ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ എഥിലീൻ ആണ്. ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ C2H4, റൈറ്റ്? ആൻഡ് ഓപ്ഷൻ 1 is the answer. 110. And what about 111? Read the following statement and choose the option which is true for them. Plant hormone responsible for the transition between different phases of growth. Yes, hormone വേണം. Environment factors do not play any role in the regulation of reproductive process in plants. No, play a role. അപ്പോൾ only statement 1 is correct. Answer 1 is the answer for this 111, right? And 112, match the column and select the correct option. Epidermis single layered and protective ആണ്, right? Yeah. And a free nuclear endosperm, coconut water, right? Yes. And cellular endosperm, white kernel of coconut, and tapetum, innermost under layer ആണ് നമുക്കറിയാം. that is epidermis, endothelium, middle layer, tapetum, and the whole layers, innermost is tapetum, nourishes developing pollen grain. A എന്ന് പറയുന്ന 3, B 4, C 1 and D2 is the answer. Question number 112, 4 is the answer. 4 is the answer, right? And what about question number 113? Study the experiment conducted by T.H. Morgan in Drosophila and find out the recombination frequency between W and M. നമുക്കറിയാം 37.2 ആണ് ആൻസർ, റൈറ്റ്? പടമൊക്കെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 37.2. എന്നാൽ YW തമ്മിൽ that is നമുക്കറിയാം 1.3% ആണ്. 113, 2 is the answer, right? And what about question number 114? Read the given statement and select the correct option. Inheritance is the basis of heredity, of course. Statement B, inheritance is the process by which characters are passed on from parents to progeny. Yes, both statements are correct. 114, 3 is the answer for this question, right? Okay. And what about 115? Mark the incorrect match. Alpha thalassemia controlled by single gene HBB. Alpha beta BB എന്ന് പറയുന്ന ആൽഫ അല്ല, ബീറ്റ താലസീമിയ ആണ് BB, റൈറ്റ്? അത് തന്നെ തെറ്റാണ്. ക്രോമസോം നമ്പർ 7 അല്ല ആൽഫ, ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ആൻസർ? 115. 1 ഈസ് ദ ആൻസർ മക്കളെ. 1 ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, റൈറ്റ്? Okay. And then next, what about next question? 116. In double-stranded DNA, the proportion of adenine was found to be 30%. Adenine 30% ആണെങ്കിൽ അഡിനീനും തൈമീനും ഈക്വൽ ആണ്. A is equal to T. അപ്പോൾ തൈമീനും എത്ര തന്നെ? 30%. അതാണ് സിമ്പിൾ ക്വസ്റ്റൻ ആയിപ്പോയി. ഇവിടെ 30% തന്നെയാണ് ആൻസർ, റൈറ്റ്? തൈമീൻ ഈസ് ഓൾസോ A is equal to T. Therefore, A 30% ആണെങ്കിൽ T is also 30%. Question number 116. 4 is the correct answer. മക്കളെ, what about question number 117? Select incorrect statement. All 3 RNAs are needed to be synthesized protein in a cell. Yes. rRNA play catalytic and structural role during translation. Yes. Ribosomal RNA, tRNA, transfer RNA bring amino acid and read genetic code. Yes. RNA polymerase 2 synthesize mRNA, tRNA, hnRNA. Prokaryotes അത് ഇല്ലല്ലോടാ. Prokaryotes only simply RNA polymerase മാത്രമേ ഉള്ളല്ലോ. അത് വരത്തില്ലല്ലോടാ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 117, 4 is incorrect. Answer for this question 4, right? 4 is the answer. And what about 118? The main source of biofertilizers, of course, bacteria. Cyanobacteria ഉണ്ട്, നമുക്കറിയാം. Nostocanabina, right? Fungi and nitrogen fixing bacteria ഉണ്ട്. Acetobacter, Azospirillum, Rhizobium, fungi, right? Mycorrhizae ഉണ്ട്. And Cyanobacteria, Corloid root, Nostoc എല്ലാം ഉണ്ട്, right? അപ്പോൾ എല്ലാമാണ് ബയോഫെർട്ടിലൈസർ. 118 A, B, C. Option 4 is the answer for this question. And 119. Cutting and clearing of Amazon rainforest for soybean cultivation exemplifies which of the following will quadrate? And here we know that habitat loss and fragmentation is the answer. Question number 119, 1 is the answer. And what about question number 120? Ministry of Environment and Forest has initiated river action plans. 120, 1 is the answer, right? Yes.
and Khadi and Village Industries Commission and IERA initiated that is biogas plants in villages. Here question number 121 is the answer. And what about 121? Read the following statement given below and select the correct option. Meiosis II is referred to as equational. Yes, equational. Meiosis II is equational. Mitosis is also equational, right? And at the end of meiosis II, 4 haploid daughter cells are formed. A tetrad of cells are formed. Correct? Shady. Apol both statements are correct. 121, 3 is the answer. 3 is the answer for this question. And what about 122? Which of the given pair is wrongly matched? Chromatin, Fleming, yes, correct. Centrosome, membrane bound allallo, plant illallo, animals illalle, thette. Golgi apparatus site for glycoprotein, glycolipid, sheri. Primary cell wall gradually diminishes as the cell mature, yes. Secondary cell wall verunu. Apol here answer 2 is the correct answer. 122, 2 is the correct answer. And 123, the most abundant microorganism bacteria are very simple in behavior, no, simple in structure but complex in behavior. As groups show most extensive metabolic diversity means complex behavior than many other organisms, and majorly photosynthetic autotroph alla, heterotrophic aana. Yes, 7 categories alla, 4 aana, coccus, bacillus, spirillum, vibrio here. And here answer for this question 123, 2. And what about 124? Mark 2, true or false. Only sexual phase of imperfect fungi are known alla, thette. Only asexual phase ullarku sexual illa, therefore it is known as imperfect. Deuteromyces, that is Deuteromycetes is the imperfect. Yes, Deuteromyces is the imperfect, shady. And Alternary is a member of Deuteromyces. Yes, of course. False, true, true, right. For this question 124, 2 is the answer, right. And what about 125? Mark the incorrect statement. Mosses have an elaborate mechanism of spore dispersal. Yes. Protoneme is the sporophyte of algae. Algae is sporophyte illa, protoneme illa, right? No, no, no. That is not correct. Protonema, right? No, correct. Not correct. Protonema ഉള്ളത് ആർക്കാടാ? പ്രോട്ടോണിമ ഉള്ളത് മോസസിനാണ്. ലിവർവേർഡ്സ് ആൻഡ് മോസസിലെ പ്രോട്ടോണിമ ആൻഡ് ലീഫി സ്റ്റേജ് ഉണ്ട് അവരുടെ ഗാമറ്റോഫൈറ്റിന്. അപ്പോൾ ഹിയർ 2 is the answer. 125, 2 is the answer. And 126, select the correct statement for exarch condition of xylem. Exarch എന്ന് പറഞ്ഞാൽ protoxylem towards periphery can be seen in root. It is arrangement secondary xylem alla, it is seen in stem alla, it protoxylem situated towards periphery seen in root. Yes, 3 is the answer for this question. First formed primary xylem is situated towards pith in stem alla, stemmilu alla. Question number 126, 3 is the answer. And what about 127? Electron transport system നടക്കുന്നു നമുക്കറിയാം. Inner membrane of mitochondrial ആണ്. Inner membrane of mitochondrial ആണ്, right? എന്നാൽ ഗ്ലൈക്കോലൈസ് നടക്കുന്ന സൈറ്റോപ്ലാസ്റ്റിലാണ്. ലിങ്ക് റിയാക്ഷൻ നടക്കുന്ന മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ആണ്. ക്രെബ്സ് സൈക്കിൾ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ആണ്. ഹിയർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ 3 is the answer. And what about 128? Bolting malting can be by the application of hormone gibberellin. Bolting malting, gibberellin, right? Antagonist to gibberellic acid is abscisic acid. For this question number 128, 4 is the correct answer. And what about 129? Rewards of pollinating animals from flower can be fragrance, nectar and pollen grain, right? B and C, nectar and pollen grain, right? 2 is the correct answer, right? B and C. 2 is the correct answer. 129, 2 is the correct answer. And what about 130? Concept of Lacoperon, a model for gene regulation in bacteria, was proposed by Namakariam Jacob and Monod, right? Jacob and Monod. 134 is the correct answer, right? Sutton and Boveri, chromosomal theory of inheritance ആണ്. Morgan നമുക്കറിയാം, TH Morgan, linkage, recombination, Mendel, right? Mendel experiment, Watson-Crick, double helix structure of DNA. And 131, DNA fingerprinting, also known as DNA profiling by Alec Jeffrey. Alec Jeffrey is the answer for this question. 2 is the correct answer. 131, 2 is the answer. And what about 132? Assertion, in cyclic photophosphorylation, expel electron from PS1 return back to PS1. Sheri, where only NADPH is produced. Allada, ATP ആണ്, NADPH അല്ല. അപ്പോൾ തെറ്റ്. ഓക്കെ, ലൈറ്റ് അപ്പം മറ്റേത് PS1 to PS1 ശരി, പക്ഷേ മറ്റേത് തെറ്റിപ്പോയി. NADPH എന്നുള്ളത് തെറ്റി, ATP മാത്രമേ അവിടെ ഉള്ളൂ. Light reaction takes place in grana, LG, yes, and dark reaction stroma, sheri. അപ്പോൾ രണ്ടാമത് ശരിയാ. Assertion is incorrect, but reason is correct. 132, 4 is the answer. 132, 4 is the answer, right? And what about 133? Siliqua fruit. Siliqua എന്ന് പറയുമ്പോൾ നമുക്കറിയാം മസ്റ്റാർഡിനൊക്കെ വരുന്നതാണ്. മസ്റ്റാർഡിൻ്റെ ഫാമിലിയാണ് മക്കളെ ബ്രാസിക്കേസിയേ. ബ്രാസിക്കേസിയേ 133. 1 is the answer, right? ബ്രാസിക്കേസിയേ. ഓക്കെ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് പഠിക്കണം. പോയേസിയുടെ ഫ്രൂട്ടാണ് കാരിയോപ്സിസ്, റൈറ്റ്? Very important. Okay, here answer 1.
റാസിക്കേസിയ സിലിക്വ. Then next is 134. Head or capitulum നമുക്കറിയാം, ഉറപ്പായിട്ടറിയാം സൺഫ്ലവർ ആണ്, ദാറ്റ് ഈസ് അസ്റ്ററേസിയ ഫാമിലി ആണ്, ഓർ കമ്പോസിറ്റേ ഫാമിലി ആണ്. അസ്റ്ററേസിയ ഓർ കമ്പോസിറ്റേ ഫാമിലി ആണ്, റൈറ്റ്? ഓക്കെ. Then 135. Statement 1. A gametophyte of 134 3 and gametophyte of pteridophyte is prothallus, whereas gametophyte of pteridophyte is prothallus is. Gametophyte of Moses has protonium and leafy stage. ഇപ്പോൾ നമ്മൾ കണ്ടുള്ളൂ, ശരി. Sporophyte of bryophyte has food seed and capsule. Yes. അല്ലേ? സ്പോറോഫൈറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൽഗെ എന്ന് പറഞ്ഞ സൈഗോട്ട് ആണ്. ബ്രയോഫൈറ്റ് വരുമ്പോൾ അവർക്ക് ഫുഡ് സിറ്റ ക്യാപ്സുൽ ഉണ്ട്. ടെഡോഫൈറ്റ് വരുമ്പോൾ റൂട്ട് സ്റ്റെം ലീഫ് ഉണ്ട്. ജിംനോസ്പെം വരുമ്പോൾ പ്ലാന്റ് ബോഡിയാണ്, ടാപ്പ് റൂട്ടും വുഡി സ്റ്റെമ്മും ലീഫും, റൈറ്റ്? ആൻഡ് ആൻജിയോസ്പെംസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ക്ലിയർ? ആൻജിയോസ്പെംസ് മോണോകോട്ട് ഡൈക്കോട്ട്സ് അങ്ങനെ തിരിയുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ആർ കറക്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 135 3 ആൻസർ മക്കളെ. ഇനി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. താങ്ക്